അപ്പോൾ ഇതാ എനിക്ക് പിറകിൽ നല്ല പുളിയിലക്കര സെറ്റും മുണ്ടും ഒക്കെ എടുത്ത നല്ല സുന്ദരിമാർ ഇങ്ങനെ അണിഞ്ഞ് നിറങ്ങി ഒരുങ്ങി നിൽക്കുകയാണ്. അവരുടെ പെർഫോമൻസ് എന്താണെന്ന് ചോദിക്കാം. ഹായ്, ഹലോ. ഹലോ. എന്താണ് പെർഫോമൻസ്? വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തുള്ളണ്ട, സൈഡിലേക്ക് മാറിന്നോന്നല്ലേ പറയാൻ വരുന്നത്? ഓക്കെ, നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. പാടിക്കോ. കണ്ടുകൊള്ളുക സുയോധന കണ്ടുകൊള്ളുക സുയോധന കണ്ടുകൊള്ളുക സുയോധന വിജയന്റെ രഥം തന്നിൽ കണ്ടുകൊള്ളുക സുയോധന വിജയന്റെ രഥം
യെസ്. അപ്പോൾ ഈ വഞ്ചിപ്പാട്ട് ഏത് ഭാഗം, ഇങ്ങനെ നടുഭാഗം, തെക്കൻ ഭാഗം, വടക്ക് ഭാഗം എന്നൊക്കെ പറഞ്ഞ് കുറെ ഭാഗങ്ങളുണ്ടല്ലോ. അപ്പൊ ഇത് ഏത് ഭാഗത്തിന്റെ പാട്ടാണ്, എന്താണ് വഞ്ചിപ്പാട്ടിന്റെ തീം എന്നൊക്കെ പറഞ്ഞാൽ? ആറന്മുള ശൈലി. ആറന്മുള ശൈലിയാണ്. അപ്പോൾ അവിടെ ഇടികുത്തി ഇല്ല. ആറന്മുള ശൈലിക്ക് ഇടികുത്തി, അത് കുട്ടനാടൻ ശൈലിക്കാണ് ഇടികുത്തി ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളാ, ഏത് ജില്ലയാ? കാസർഗോഡ് ജില്ലയിലെ ആ. നീലേശ്വരം രാജാ സ്കൂൾ. നീലേശ്വരം രാജാ സ്കൂളിൽ നിന്നാണ് വരുന്നത്. എല്ലാവരുടെ പേര് പെട്ടെന്നൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ. പറഞ്ഞോ, ഇയാൾ പറഞ്ഞോളൂ. എൻ്റെ പേര് ശ്രേയ. പറഞ്ഞോളൂ, കൂട്ടുകാരുടെ പേരൊക്കെ പറഞ്ഞോളൂ. അനവദ്യ, മീനാക്ഷി, നിരഞ്ജന, ദേവിന, വിനിഷ, അനന്യ, അമേയ, അനുഷ്ക, ആഷ്മിക, ഐശ്വര്യ. അപ്പോൾ വഞ്ചിപ്പാട്ട് മത്സരം പൂർത്തിയായിട്ടുണ്ടാകും, റിസൾട്ട് വന്നിട്ടുണ്ടാകും, എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടാകും, ഇല്ലേ? ഉറപ്പല്ലേ? അപ്പോൾ നിങ്ങളുടെ കാസർഗോഡ് ജില്ല പോയിന്റ് ടേബിൾ എത്രാമതാണെന്ന് അറിയോ? കുറച്ച് പിറകോട്ടാണ്, കഷ്ടമാണ് കയറി വരാൻ. കണ്ണൂർ ജില്ലയാണ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ഒന്നാമത് നിൽക്കുന്നത്. തൊട്ടുപിറകിൽ പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട് ജില്ല. ഇതാണ് നിലവിലെ പോയിന്റ് ടേബിളിന്റെ അവസ്ഥ. ഏതായാലും നമ്മൾ മലബാറിലേക്ക് കപ്പ് കൊണ്ടുപോകുന്നതാണ് ഇത്തവണ തോന്നുന്നത്. അപ്പോൾ മിടുക്കി കുട്ടികളുടെ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്.